ഹലോ മക്കളെ, വെൽക്കം ടു എജ്യൂപോർട്ട്. യെസ്, അപ്പോൾ നമ്മളെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോയിൽ ഞാൻ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും അല്ലേ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റിവ്യൂ ഓഫ് C++ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തുടങ്ങിയിട്ട് നമ്മളെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT എന്ന് പറയുന്ന ചാപ്റ്റർ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു സീരീസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോ സീരീസിന്റെ ഫസ്റ്റ് പാർട്ടാണ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ൽ നമ്മൾ എന്തായാലും, അതായത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സാർ ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കുന്നത് കാണാം. ഒരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ചാപ്റ്റേഴ്സിലുള്ള ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും ഫൈനൽ എക്സാമിന് പോകുന്നതിന് മുന്നേ പഠിച്ചിരിക്കണം. കാരണം ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യത്തിൽ എന്താണ് 100% ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ടോക്കൻസ് ഇൻ C++ലുള്ള ടോക്കൻസ് എന്ത് ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഇത് ആക്ച്വലി 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചോദിച്ച ഒരു കാര്യമാണ് ടോക്കൻസിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ടോക്കൻസിനെ പറ്റി ഇപ്പോൾ എന്താണ് പഠിക്കേണ്ടത്. ടോക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോക്കൻസിനെ പറയുന്നത് അല്ലേ. അതായത് C++ൻ്റെ ടോക്കൻസിന് വിളിക്കുന്ന ഒരു പേരുണ്ട്, ദേ ആർ ഓൾസോ കോൾഡ് ആസ് ലെക്സിക്കൽ യൂണിറ്റ്സ്. ഈ ഒരു പേര് കൂടെ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് പ്രോഗ്രാമിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ടോക്കൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ടോക്കൻസ് ഉണ്ട് പഠിച്ചു വെക്കുക. കീവേഡ്സ് ഉണ്ട്, ഐഡന്റിഫയേഴ്സ് ഉണ്ട്, ലിറ്ററൽസ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, പങ്ക്ച്വേറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ 5 ടോക്കൻസ് ആണ് നമുക്ക് C++ൽ ഉള്ളത്. ഓരോന്നിൻ്റെയും ജസ്റ്റ് ഡെഫിനിഷൻ നിങ്ങൾ ജസ്റ്റ് എന്താന്ന് മാത്രം പഠിച്ചു വെക്കുക. ഇവിടെ കാരണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചത്, എപ്പോഴും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ചോദിക്കണം എന്നില്ല. അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. C++ലെ റിസർവ്ഡ് വേർഡുകളെയാണ് കീവേഡുകൾ എന്ന് പറയുന്നത് എന്നുള്ള മനസ്സിലാക്കുക. ജസ്റ്റ് 1-2 എക്സാമ്പിൾ, ഇൻഡ്, ഫോർ, ഡു. കാരണം കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് ഇതിൽ ഏത് ടോക്കൻ ആണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കും അല്ലെ. ഒരു സ്ട്രിങ് തരും, ഒരു കീവേഡ് തരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യണം ഇത് ഏത് ടോക്കൻ ആണെന്നുള്ളത് അല്ലെ. ചിലപ്പം പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ തരും. അപ്പോൾ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത്. കീവേഡ്സ് കഴിഞ്ഞാൽ പിന്നെ ഐഡന്റിഫയേഴ്സ് ആണ് മക്കളെ. യൂസർ ഡിഫൈൻഡ് നെയിംസിനെയാണ് ഐഡന്റിഫയർ എന്ന് പറയുക. എന്താ യൂസർ ഡിഫൈൻഡ് നെയിം എന്ന് പറഞ്ഞാൽ, പ്രോഗ്രാമിലുള്ള പല കാര്യങ്ങൾക്കും അല്ലെ അസൈൻ ചെയ്യുന്ന കുറച്ച് പേരുകൾക്കാണ് യൂസർ ഡിഫൈൻഡ് നെയിംസിനാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോൾ എക്സാമ്പിൾ സമ്മ് അല്ലെ, റിസൾട്ട്, കൗണ്ട് അല്ലെ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും വാരിയബിളിനൊക്കെ ജസ്റ്റ് പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിനാണ് ഐഡന്റിഫയർ എന്ന് പറയാം. ലിറ്ററൽസ് ഓർ കോൺസ്റ്റൻസ് അല്ലെ, എന്താണ് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ലിറ്ററൽസ് ഓർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്യാത്ത മാറാത്ത വാല്യൂസിനെയാണ്, ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് പ്രോഗ്രാം റൺ, അതിനെയാണ് നമ്മൾ ലിറ്ററൽസ് ഓർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. C++ൽ 4 ടൈപ്പ് ലിറ്ററൽസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. ഇൻറ്റീജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ്, ക്യാരക്ടർ, സ്ട്രിംഗ്. ഇങ്ങനെ 4 ടൈപ്പ് ലിറ്ററൽസ് ഉണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ഉണ്ട് അല്ലെ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 5 എന്ന് പറയുന്ന നമ്പർ അത് ഇൻറ്റീജർ കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ 2.3 എന്ന് പറയുന്ന നമ്പർ എഴുതിയാൽ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആണ്. എന്നാൽ ഞാൻ ഒരു സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ മേ ബി എ എന്നെങ്ങാനും പറയുന്ന ഒരു ക്യാരക്ടർ എഴുതിയാൽ, സിംഗിൾ കോട്ടിനുള്ളിൽ സിംഗിൾ ക്യാരക്ടർ എഴുതിയാൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. എന്നാൽ ഞാൻ ഡബിൾ കോഡ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഹലോ എന്നെങ്ങാനും എഴുതി, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ അല്ലെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രിംഗ് എന്ന് പറയുക അല്ലെ. അടുത്തത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾസിനാണ് ഓപ്പറേറ്റർ എന്ന് പറയുക. നമുക്ക് C++ൽ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അരിത്തമാറ്റിക്, ലോജിക്കൽ എന്നെല്ലാം പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ C++ൽ ഉപയോഗിക്കുന്ന കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. ലൈക്ക് എന്താ പറയുക, കോമ, കോളൻ, സെമി കോളൻ പോലെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഒരു സെമി കോളൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അതെന്താണ്, അത് പങ്ക്ച്വേറ്റർ എന്ന് പറയുന്ന ടോക്കൻ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഉൾപ്പെടുത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ടോക്കൻസ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 3 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഓഫ് C++.
അതായത് C++ലുള്ള ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. നമുക്കറിയാം ഏതൊക്കെയാണ് C++ലുള്ള ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. നമ്മൾ ലൈവ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഏതാണ്? ഇൻഡ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ക്യാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉണ്ട്, പിന്നെ വോയിഡ് ഉണ്ട്, അതേപോലെ തന്നെ ഡബിൾ അല്ലെ. ഈ 5 ഡാറ്റ ടൈപ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും 3 എഴുതാനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് 5 ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. ആൻഡ് ഇത് പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ പറ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും സൈസ് പഠിച്ചു വെക്കണം. ഇൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ബൈറ്റ് ഡാറ്റയാണ്? 4 ബൈറ്റ് ആണ് അല്ലെ ഇൻഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് ആവശ്യമുള്ളത്. ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാനാണ് നമുക്കറിയാം അല്ലെ. ഫ്ലോട്ട് എന്ന് പറയുന്നത് എത്ര ബൈറ്റാ? 8 ബൈറ്റ് ആണ് അല്ലെ. അതായത് പോയിന്റ് വരുന്ന അല്ലെ, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. 8 അല്ല അല്ലെ. അതായത് ഫ്ലോട്ടിന്റെ സൈസും എത്ര തന്നെയാണ്? 4 ബൈറ്റ് തന്നെയാണ്. എന്നാൽ ഡബിളിന്റെ സൈസ് ആണ് എന്ത്? 8 ബൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പോയിന്റ് വരുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് ഡബിളും ഫ്ലോട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ ക്യാറിന്റെ സൈസ് എത്രയാ? 1 ബൈറ്റ് അല്ലെ. ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് സ്റ്റോർ ചെയ്യാനാണ് ക്യാർ യൂസ് ചെയ്യുന്നത്. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതിൽ ഡാറ്റ ഒന്നും സ്റ്റോർ ചെയ്യൂല. നത്തിങ് അല്ലെങ്കിൽ നള്ള് അല്ലെങ്കിൽ എം ടി എന്നൊക്കെ പറയുന്ന മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും വോയിഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വോയിഡിന്റെ സൈസ് എത്രയാന്ന് ചോദിച്ചാൽ 0 ബൈറ്റ്. മക്കളെ ഡാറ്റ ടൈപ്പ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോന്നിന്റെ സൈസും കൂടെ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. അതായത് വാട്ട് ഈസ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. C++ൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് അല്ല. ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഈ മോഡൽ എക്സാമിന് 2024 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ. സോ one or more statements that executes repeatedly. ഒന്നുമില്ല. ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ C++ൽ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂപ്പ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് വേറെ ഏതെല്ലോ പേരിൽ നമുക്ക് വിളിക്കാലോ. അതെന്താണ്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനാ അല്ലെങ്കിൽ ലൂപ്സിനെ വിളിക്കുന്ന വേറെ പേരെന്തായിരുന്നു? അതെന്താ? അത് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലെ. ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനെ വിളിക്കട്ടോ. വളരെ സിമ്പിൾ ആണ്. C++ൽ റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ലൂപ്പ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് C++? ലൂപ്പ് ഉപയോഗിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അങ്ങനെയാണ് C++ലെ ലൂപ്പുകൾ ഏതൊക്കെയാ? 3 സർ. അതേതൊക്കെയാ? ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പുമാണ്. 3 ലൂപ്പുകളാണ്. ആൻഡ് വേറൊരു ചോദ്യം ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. മക്കളെ 2 രീതിയിലുള്ള ലൂപ്പ് ഉണ്ട്. എന്തൊക്കെയാ 2 രീതിയിലുള്ള ലൂപ്പ്? എൻട്രി കൺട്രോൾഡ്, എക്സിറ്റ് കൺട്രോൾഡ്. എൻട്രി കൺട്രോൾഡിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. എക്സിറ്റ് കൺട്രോളിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ഡു വൈൽ ലൂപ്പ്. എന്താ സംഭവം? ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചോ, ഇത് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. പഠിച്ചു വെച്ചോ. ഓക്കെ അല്ലേ. അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും തമ്മിൽ എന്താ വ്യത്യാസം? എൻട്രി കൺട്രോൾഡിൽ അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ ലൂപ്പും വൈൽ ലൂപ്പിലും നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ലൂപ്പിന്റെ ബോഡി വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ബിഫോർ ദ വർക്കിംഗ് ഓഫ് ദ ലൂപ്പ് ബോഡി. എന്നാൽ നേരെ തിരിച്ച് എക്സിറ്റ് കൺട്രോളിൽ എങ്ങനെയാ? ഫസ്റ്റ് തന്നെ ബോഡി വർക്ക് ചെയ്യും, പിന്നെ എന്ത് ചെയ്യുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ അല്ലേ. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റഡ് ആഫ്റ്റർ ദ ബോഡി എക്സിക്യൂട്ടഡ് വൺസ്. ഒരു പ്രാവശ്യം ബോഡി വർക്ക് ചെയ്തിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ നോക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനാണടാ നമ്മൾ എന്ത് വിളിക്കുക, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ആൻഡ് മറ്റൊരു വ്യത്യാസം എന്താ? എൻട്രി കൺട്രോൾഡ് ലൂപ്പിന്റെ കേസിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യമെങ്കിലും അത് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന്റെ കേസിൽ ഗ്യാരണ്ടിയാണ്. എന്ത് ഗ്യാരണ്ടിയാ? ഒരു പ്രാവശ്യം എന്തായാലും വർക്ക് ചെയ്യും. കാരണം ഫസ്റ്റ് തന്നെ കണ്ടീഷൻ നോക്കാണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് മൂന്നാമത്തെ വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ എക്സാമ്പിൾ എഴുതി വെക്കാം. ഒന്ന് ഫോർ ലൂപ്പും വൈൽ ലൂപ്പുമാണ്, മറ്റേത് എന്താണ്, ഡു വൈൽ ലൂപ്പാണ്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന് എന്തായിട്ട് വരുന്നത്, എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞാൽ അല്ലെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഉണ്ടായിരുന്ന വേറൊരു ചോദ്യമാണ് മക്കളെ, ഇവിടെ ഉണ്ടായിരുന്ന വേറൊരു ചോദ്യമാണ് മെയിൻ കമ്പോണൻസ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. മെയിൻ കമ്പോണൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ മെയിൻ എലമെന്റ്സ് ഓഫ് ലൂപ്പ് എന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ മെയിൻ പാർട്സ് ഓഫ് ലൂപ്പ് എന്ന് ചോദിക്കാം. എന്ത് ചോദിച്ചാലും സെയിം സംഭവം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോ. അത് ഏത് ലൂപ്പോ ആയിക്കോട്ടെ, ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ ഡു വൈൽ ലൂപ്പോ, ഏത് ലൂപ്പായാലും പ്രശ്നമില്ല. ഏത് ലൂപ്പായാലും ആ ലൂപ്പിന് എന്തുണ്ടാവും, 4 കമ്പോണൻസ് ഉണ്ടാവും കേട്ടോ. കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോളെ. 4 കമ്പോണൻസ് നമ്മൾ
എക്സാമിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ലൂപ്പിൻ്റെ 4 കമ്പോണൻസ് എന്തൊക്കെയാ? ഇനീഷ്യലൈസേഷൻ, അതുപോലെ തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ്, ലൂപ്പ് ബോഡി. നിങ്ങൾ എന്തായിക്കോട്ടെ, ഏത് ലൂപ്പ് ആയിക്കോട്ടെ, ഒരു ലൂപ്പിന് 4 പാർട്സ് ഉണ്ടാവും അല്ലെ. ഇപ്പം നമ്മൾ i=0 എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലൂപ്പിൻ്റെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് ഇനീഷ്യലൈസേഷൻ, i=0 എന്ന് പറഞ്ഞ് എഴുതിയത് അല്ലെ. ഞാനിവിടെ ഫോർ ലൂപ്പിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്, പക്ഷേ എല്ലാ ലൂപ്പിനും എന്തുണ്ടാവും, ഇതുപോലെ 4 പാർട്സ് ഉണ്ടാവും. ആൻഡ് രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ തെറ്റുന്നത് വരെ ലൂപ്പ് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും അല്ലെ. നമ്മളെ ഈ ഒരു എക്സാമ്പിൾ i<4 അല്ലെ, i<4 എന്ന് പറയുന്ന ഈ ഭാഗമായിരിക്കും നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ. അങ്ങനെയാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രാവശ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തിട്ടേ പിന്നെ വർക്ക് ചെയ്യുള്ളൂ അല്ലെ. ഇവിടെ കൊടുത്തിട്ടുള്ള i++ എന്താണടാ, i++ ആണ് നമ്മൾ കേസിൽ എന്ത്, അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണ് ലൂപ്പിൻ്റെ ബോഡി എന്താ, ഈ ഓപ്പണിംഗ്. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങിൻ്റെയും ഉള്ളിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതിനെയാണ് ലൂപ്പ് ബോഡി എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ലൂപ്പിൻ്റെ ബോഡി എന്താണെന്ന് ചോദിച്ചാൽ, സാർ അത് സി ഔട്ട് ഐ അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. യെസ്, എക്സാക്ട്ലി സി ഔട്ട് ഐ തന്നെയാണ് ഇവിടെ ലൂപ്പിന്റെ ബോഡി ആയിട്ട് പറയുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചോ, ലൂപ്പിന്റെ 4 കമ്പോണൻസ് റെഡി ആണല്ലോ. ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ്, ലൂപ്പ് ബോഡി. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നാൽ മക്കളെ, റൈറ്റ് ഔട്ട് ദ ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യ, അതായത് 4 കാര്യങ്ങൾ വന്നിട്ട് ഇതിലേതാ ജമ്പ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്കറിയാം, കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. C++ലെ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് കറക്റ്റ് പഠിച്ചു വെച്ചോ. ഗോ ടു ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്. ഇത് 3 ആണ് കേട്ടോ C++ലെ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. പ്രോഗ്രാമിന്റെ കൺട്രോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ഗോ ടു ബ്രേക്കും കണ്ടിന്യൂ ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിലുണ്ട്, നമ്മളെ ഗോ ടു ബ്രേക്ക് കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ ഇതിലേത് മാത്രമേ ഉള്ളൂ, കണ്ടിന്യൂ മാത്രമേ ഉള്ളൂ. സോ C++ൽ ഇവിടെ തന്നതിൽ വെച്ച് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാ, അത് കണ്ടിന്യൂ ആണ്. നമുക്കറിയാം വൈൽ എന്നല്ല പറഞ്ഞാൽ ലൂപ്പ് ആണെന്ന് അറിയാം, ഫോർ എന്ന് പറഞ്ഞാൽ ലൂപ്പ് ആണെന്ന് അറിയാം. അപ്പോൾ സ്വിച്ച് എന്താ, സ്വിച്ച് ഡെസിഷൻ മേക്കിംഗ് ആണെന്ന് അറിയാം. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരിക നമുക്ക് എന്താണ്, കണ്ടിന്യൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു സംഭവം പഠിച്ചു വെച്ചാൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അല്ലെ, കുറേ കൺസെപ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ. അതായത് C++ലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഡെസിഷൻ മേക്കിംഗ് ഉണ്ട്, ഐട്രേഷൻ ഉണ്ട്, ജമ്പ് ഉണ്ട്. എന്താ ഡെസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ, കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഡെസിഷൻ മേക്കിങ്ങിനെ നമുക്ക് എന്തും കൂടെ വിളിക്കാം, സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കൂടെ വിളിക്കാൻ പറ്റും. ഇങ്ങനെയും ചോദിക്കും. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ, ഈഫ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ട്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കും കോളനും അടങ്ങുന്ന ഇഫെൽസ് വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യുന്ന ഒരു ടെർണറി ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഇത് 3 സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഓർ ലൂപ്പ് നമുക്കറിയാം, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ആണ്. എന്നാൽ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്, ഗോ ടു ബ്രേക്ക്, കണ്ടിന്യൂ. ചോദ്യം വരും, ഇതിലേതാണ് ഡെസിഷൻ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇതിലേതാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്. അപ്പോൾ കറക്റ്റ് പഠിച്ചു വെച്ചോ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനാ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്ത് വെച്ചോ, കറക്റ്റായിട്ട് നമ്മളത് പഠിച്ചു വെച്ചോ. മക്കളെ, അടുത്ത ചോദ്യമാണ് ഡിഫൈൻ ആൻ അറേ. ഞാൻ 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണ്. അറേ എന്താന്നുള്ള രീതിയിൽ ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ഇനീഷ്യലൈസ് ആൻ ഇൻറ്റീജർ അറേ വിത്ത് 5 എലമെന്റ്സ്. അറേൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും പഠിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് എന്തിട്ടുണ്ട്, അറേൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. സോ അറേ എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ്. കുറച്ച് എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. ഓഫ് സെയിം ടൈപ്പ് എലമെന്റ്സ് ആയിരിക്കും അല്ലെ, എല്ലാം ഡിഫറെന്റ് ടൈപ്പ് എലമെന്റ്സ് ആയിരിക്കില്ല, സെയിം ടൈപ്പ് എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ കണ്ടിഗ്വസ് മെമ്മറി ലൊക്കേഷൻസ് അല്ലെ. കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ അടുത്തടുത്ത ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്യുന്ന കുറച്ച് എലമെന്റുകളുടെ കളക്ഷനെയാണ് അറേ എന്ന് പറയാം. ആൻഡ് ഈ അറേ എന്ന് പറയുന്നത് എന്തിൻ്റെ ഉള്ളിലായിരിക്കും, ഒരു കോമൺ നെയിമിൻ്റെ അണ്ടറിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, അറേ ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഒരു ഇൻറ്റീജർ അറേനെ ഇനീഷ്യലൈസ് ചെയ്യണം 5 എലമെന്റ്സ് വെച്ചിട്ട്. എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുക, ഞാനൊരു അറേ ഉണ്ടാക്കുകയാണ്, ഇൻഡ് ARR എന്ന് പറയുന്ന പേരിൽ ഒരു അറേ ഉണ്ടാക്കുകയാണ്. അപ്പോൾ 5 എലമെന്റ്സ് വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 5 എലമെന്റ്സ് ഉള്ള ഒരു സൈസ് ഉള്ള ഒരു അറേ ഉണ്ടാക്കി. ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാക്കി. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒരു 5 ഇൻറ്റീജർ വാല്യൂസ് 10, 20, 30, 40, 50 എന്ന് പറഞ്ഞിട്ട് 5 ഇൻറ്റീജർ വാല്യൂസ് അങ്ങ് കൊടുത്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 10 എവിടെയാണ് വരിക, 0th ഇൻഡെക്സിലാണ്. അപ്പോൾ 20 ഇവിടെ വരും. ആൻഡ് 30 എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻഡെക്സിൽ വരും. ആൻഡ് 40 എവിടെ വരും, തേർഡ് ഇൻഡെക്സിൽ വരും. ആൻഡ് 50 ഇവിടെ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനീഷ്യലൈസും കൂടെ ചെയ്തു. ഇങ്ങനെയാണ് അറേനെ ഇനീഷ്യലൈസ് ചെയ്യുക. ജസ്റ്റ് ഒരു അറേ ഉണ്ടാക്കുക, ഇൻഡ് AR of 5 എന്ന് പറഞ്ഞിട്ട് അറേ ഉണ്ടാക്കുക. ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് വാല്യൂസ്
വാല്യൂസും കൂടെ സ്റ്റോർ ചെയ്യുന്നതിനാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മക്കളെ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഈ മോഡൽ എക്സാമിന് മാത്രമല്ല, ഇതിന്റെ മുന്നേ ഉള്ള പരീക്ഷയ്ക്ക് എന്തിയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു അറേ തന്നിട്ട് ആ അറേന്റെ ഒരു ലൊക്കേഷനുള്ള വാല്യൂ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അതെന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഒന്നുമില്ല, പഠിക്കാനൊന്നുമില്ല, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. A(4), അതായത് എ എന്ന് പറയുന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എത്രയാണ്, എത്ര സൈസുള്ള അറിയാം, 4 ലൊക്കേഷൻസ് ഉള്ള 4 സൈസുള്ള അറിയാം. അപ്പോൾ ഇതിന് ഓരോന്നിനും ഇൻഡെക്സ് ഉണ്ടാവും എല്ലാവർക്കും അറിയാം. ഇത് 0th ഇൻഡെക്സ് ആയിരിക്കും, ഇത് എത്രയായിരിക്കും, സെക്കൻഡ് അല്ല ഫസ്റ്റ് ഇൻഡെക്സ് ആയിരിക്കും, ഇത് സെക്കൻഡ് ഇൻഡെക്സ് ആയിരിക്കും, ഇത് തേർഡ് ഇൻഡെക്സ് ആയിരിക്കും. എല്ലാവർക്കും അറിയാം ഇൻഡെക്സ് 0ൽ തുടങ്ങുന്നുണ്ടെന്ന് മാത്രം നമുക്ക് മനസ്സിലായാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ അറേ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് വാല്യൂ കൂടെ എടുത്ത് വെക്കുന്നുണ്ട്, 2 3 4 5. അപ്പോൾ 2 അവിടെ വരും, 0ൽ വരും, 3 ഇവിടെ വരും, 1ൽ വരും, 4 അവിടെ വരും, 2ൽ വരും, 5 അവിടെ വരും, 3ൽ വരും. ഇത് എഴുതി കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചോദ്യത്തിനും ആൻസർ ചെയ്യാം. അതായത് വാട്ട് ഈസ് ഔട്ട്പുട്ട് ഓഫ് A(1). എടാ എന്റെ 1 ഇൻഡെക്സിൽ എന്താ വാല്യൂ ഉള്ളത് അല്ലേ, അതായത് ഇതാണ് 1 ഇൻഡെക്സ്, ഇവിടെയാണ് 1 ഇൻഡെക്സ് വരുന്നത്, ഇതാണ് 1 ഇൻഡെക്സ്. അപ്പോൾ A(1)ൽ എന്താ വാല്യൂ ഉള്ളത്, 3 ആണ്. അപ്പോൾ C out A(1) എന്ന് പറഞ്ഞാൽ 3 ആണ് വാല്യൂ. അങ്ങനെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ, C out A(2) + A(3). A(2) + A(3) എന്താടാ, എടാ A(2)ൽ എന്താ ഉള്ളത്, A(2)ൽ ഉള്ളത് 4 ആണ് സാർ. 4 പ്ലസ് A(3)ൽ എന്താ ഉള്ളത്, A(3) അറേൻ്റെ തേർഡ് ലൊക്കേഷനിൽ 5 ആണ് അല്ലേ, 5 ആണുള്ളത്. അപ്പോൾ 4 + 5 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 9 ആണ് ആൻസർ. ഓക്കെ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തൊട്ട് മുന്നത്തെ എക്സാമിന് എത്തിയിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, അറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ 0ലാണ് ആദ്യത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുക, പിന്നെ 1 പിന്നെ 2 ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ക്യാരക്ടർ ഈസ് സ്റ്റോർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ സ്ട്രിങ്, അല്ലെങ്കിൽ വിച്ച് ക്യാരക്ടർ ഈസ് യൂസ്ഡ് ടു ഡീലിമിറ്റ് ദ സ്ട്രിങ് ഇൻ മെമ്മറി. അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ, ഡാഷ് ഇൻ C++ ലാസ്റ്റ് ക്യാരക്ടർ ഇൻ സ്ട്രിങ് ഈസ് ഡാഷ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ട്രിങ്ങിന്റെ അവസാനത്തിലുള്ള ലാസ്റ്റ് ക്യാരക്ടർ, ഒരു സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് ക്യാരക്ടർ ഏതായിരിക്കും, അത് /0 അല്ലെങ്കിൽ നൾ എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരിക്കും അല്ലെ. ക്യാരക്ടർ അറേനെയാണ് സ്ട്രിങ് എന്ന് പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഹലോ എന്ന് പറയുന്ന വാല്യൂ ആണ് ഒരു അറേയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹലോ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി എന്ത് വരും, /0 എന്ന് പറയുന്ന ക്യാരക്ടർ വരും. /0നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നൾ ക്യാരക്ടർ എന്ന് വിളിക്കുന്നത്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഹിൻഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അല്ലെ, ഇത് ഒരു അറേ തരും, str എന്ന് പറയുന്ന ഒരു അറേ തന്നു, ജസ്റ്റ് ഒരു കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലെ. ഒരു അറേ തന്നു, str കീബോർഡിൽ എൻ്റർ ചെയ്യുന്നത് str എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്യും, എന്നിട്ട് C out str ആ വാല്യൂ പ്രിന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്, ഗുഡ് മോർണിംഗ് ഇൻപുട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് ഹാപ്പി ന്യൂ ഇയർ ഇൻപുട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് ഗുഡ് നൈറ്റ് ഇൻപുട്ട് കൊടുത്താൽ അല്ലെ. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഗുഡ് മോർണിംഗ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഞാൻ എന്ത് വെച്ചിട്ടാ റീഡ് ചെയ്യുന്നത്, str എന്ന് പറഞ്ഞിട്ടല്ലേ, സീന് വെച്ചിട്ടല്ലേ റീഡ് ചെയ്യുന്നത്. സീന് വെച്ച് സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, സ്പേസ് കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ റീഡ് ആവുള്ളൂ, ഗുഡ് മാത്രമേ റീഡ് ആവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഗുഡ് മാത്രമേ അറേയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ C out str എന്ന് കൊടുത്താൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഗുഡ് അല്ലെ, ഗുഡ് മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്താ, സ്പേസ് കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യും, ഗുഡ് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടാൽ ഗുഡ് വരെ റീഡ് ചെയ്യുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് വാട്ട് ഈസ് ആൾട്ടർനേറ്റീവ് ഫോർ സീൻ. ഇതിന് പകരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, സീൻ ഉപയോഗിക്കുന്നതിന് പകരം ഈ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി, ഗെറ്റസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. ബട്ട് ഗെറ്റസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്യണം, അതേതാണ് CSTDIO എന്ന് പറയുന്ന ഹെഡർ ഫയലും കൂടെ യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഈ ഒരു ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ. അപ്പോൾ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ബാക്കിയുള്ള ഒരു 3-4 പാർട്സും കൂടെ ഇതിൻ്റെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മളെ ചാനൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. കാരണം നമുക്ക് ലൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് all. Thank you so much.